സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമായെന്ന സൂചന. വയനാട്ടിൽ രാഹുൽ മത്സരിക്കും, ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാലും മത്സരിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഏതായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ സൂചന ആയെന്ന് തന്നെ പറയാം. വിശദാംശങ്ങൾ. അതിന് അല്പസമയത്തിനകം തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക AICC നേതൃത്വം പ്രഖ്യാപിക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചും നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വലിയ അഭിപ്രായ ഭിന്നത പ്രത്യേകിച്ച് കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് രൂപപ്പെട്ടത് നമുക്കറിയാം. AICC നേതൃത്വം ആദ്യം ഈ സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ, ഓരോ മണ്ഡലത്തിലെയും സാഹചര്യങ്ങൾ പഠിക്കുന്നതിനായി നിശ്ചയിച്ച കമ്മിറ്റികൾ, അത് സിറ്റിംഗ് MP-മാരുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രസ് കാർഡ് വളരെ മോശമാണ്, അല്ലെങ്കിൽ വളരെ പുവർ പെർഫോമൻസ് ആണ് ഓരോ MP-മാരും നടത്തിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതേ തുടർന്നൊക്കെ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് പിന്നീട് ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് അത് നീണ്ടുപോകുവാൻ വഴിവെച്ചു. എന്തായാലും ഇന്നിപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറിനകത്ത് ഈ ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും. 58 പേരുടെ ആദ്യഘട്ട പട്ടികയാകും ഒരുപക്ഷെ ആദ്യം AICC നേതൃത്വം പുറത്തുവിടുന്നത്. BJP ഒരാഴ്ച മുമ്പ് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെ പാർട്ടിയെ നയിക്കുന്ന നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ ആദ്യത്തെ ലിസ്റ്റിലുണ്ടായിരുന്നു. അതോടൊപ്പം നമുക്കറിയാം കേരളത്തിലെ 12 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കേരളത്തിൽ LDF ആണെങ്കിൽ ഏതാണ്ട് 1.5 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരുന്നു. പക്ഷേ കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നത നിലനിൽക്കുകയും മറ്റു പ്രശ്നങ്ങളും മൂലമാണ് അനന്തമായി അത് നീണ്ടുപോയത്. കേരളത്തിൽ ആലപ്പുഴയിലാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാലിൻ്റെ പേര് അത് അന്തിമ തീരുമാനമായിരിക്കുന്നത്. നേരത്തെ അവിടെ കെ.സി. മത്സരിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അമേഠിയിൽ പരാജയം ഉറപ്പിച്ച രാഹുൽ പിന്നീട് രക്ഷ തേടി വന്നത് വയനാട് മണ്ഡലത്തിലാണ്. അവിടെ മുസ്ലിം ലീഗിൻ്റെയും മറ്റും പിന്തുണയോടുകൂടി പിന്നീട് ലോക്സഭയിലേക്ക് എത്തേണ്ട സാഹചര്യമുണ്ടായി. ഈ തവണയും അമേഠിയിൽ രാഹുൽ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം കോൺഗ്രസിൻ്റെ UPPCC ഘടകം, UPPCCയും അതോടൊപ്പം തന്നെ അമേഠി ജില്ലാ ഘടകവുമെല്ലാം രാഹുൽ അവിടെ മത്സരിക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. മാത്രമല്ല ഇപ്പോഴത്തെ അമേഠി MP ആയിട്ടുള്ള സ്മൃതി ഇറാനി രാഹുലിനെ പലതവണ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പലപ്പോഴും രാഹുലിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന സ്മൃതി ഇറാനി ചങ്കുറ്റമുണ്ടെങ്കിൽ അമേഠിയിൽ വന്ന് മത്സരിച്ച് കാണിക്കൂ എന്ന ഒരു വെല്ലുവിളി പല ഘട്ടങ്ങളിലും രാഹുലിൻ്റെ മേൽ ഉയർത്തിയിട്ടുണ്ട്. അതിനാൽ രാഹുൽ അമേഠിയിൽ കൂടി എത്തണം എന്നത് സംബന്ധിച്ചുള്ള ഒരു വികാരം കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടു. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് PCCക്കകത്തുണ്ടായിരുന്നു. അതിനാൽ അത് സംബന്ധിച്ചും ഇപ്പോൾ അന്തിമ തീരുമാനമായിട്ടില്ല. എന്നാൽ കേരളത്തിലെ വയനാട്ടിൽ സിറ്റിംഗ് മണ്ഡലത്തിൽ രാഹുൽ മത്സരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ അമേഠിയിൽ രാഹുൽ മത്സരിക്കണോ? അതോടൊപ്പം തന്നെ ഇപ്പോൾ സോണിയാഗാന്ധി പ്രതിനിധീകരിക്കുന്ന റായ്ബറേലിയിൽ അവിടെ പ്രിയങ്ക മത്സരിക്കണമെന്നത് സംബന്ധിച്ചൊരു ആവശ്യവും ഉയർന്നു വന്നിരുന്നു. അത്തരം വിഷയങ്ങളിൽ അന്തിമ തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കേരളത്തിലെ ഈ UDF മത്സരിക്കുന്ന, പ്രത്യേകിച്ച് UDFനകത്ത് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ ഔദ്യോഗികമായ പ്രഖ്യാപനം അത് ഈ ആദ്യ ലിസ്റ്റിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നമുക്കറിയാം സിറ്റിംഗ് MP-മാർ എല്ലാം മത്സരിക്കുന്നുണ്ട്. അതിലൊരു മാറ്റം വരുന്നത് വടകരയിൽ K. മുരളീധരനാണ് സിറ്റിംഗ് MP എങ്കിൽ വടകരയിൽ നിന്നും ഇപ്പോൾ തൃശ്ശൂരിലേക്ക് K. മുരളീധരൻ മാറുന്നു. അതേ സ്ഥാനത്ത് വടകരയിലേക്ക് പാലക്കാട് MLA ആയിട്ടുള്ള ഷാഫി പറമ്പിലാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ എത്തുകയാണ്. ഒപ്പം ആലപ്പുഴ നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നഷ്ടമായ ഒരേ ഒരു മണ്ഡലമാണ്. അവിടേക്കാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ, കോൺഗ്രസിൻ്റെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഇദ്ദേഹം വീണ്ടും ആലപ്പുഴയിലേക്ക് എത്തുന്നു. മുൻപ് കെ.സി. ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ പലതവണ എത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. ഒരിക്കൽ കൂടി അവിടെ കെ.സി. വേണുഗോപാൽ എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതുതന്നെയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമായെന്നാണ് സൂചന. വയനാട്ടിൽ രാഹുൽ മത്സരിക്കും, ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാലും മത്സരിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ.